ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ എബ്രഹാം മാത്യൂസ്, തിരുവനന്തപുരം. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തൃപ്പാദമെന്ന ഈ ശുശ്രൂഷയിലൂടെ ഇന്ന് രാവിലെയും നിങ്ങളോട് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുവാൻ വലിയവനായ ദൈവം നൽകിത്തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതായ വചനമാണ്. നിർമ്മലമായ ഒരു ജലം പോലെ, എപ്പോഴും തളിർത്തു നിൽക്കുന്ന ഒരു വടി പോലെ, പൂ പോലെ, ഒരിക്കലും ബന്ധനമില്ലാത്ത അനുഗ്രഹീതമായ ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. അത് നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സൗഖ്യവും ബലവും കൃപയും പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ അതിൻ്റെ കേൾവിക്കായി കാതോർക്കാം. ഈ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കുന്നു. വേദപുസ്തകം ഉള്ളവരെല്ലാവരും എടുത്ത് അത് വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതെ ഇരിക്കുന്നു. ഇസ്രായേലിനോടും ജാതികളോടുമുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ നിർണയമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ വിശദമായ പഠനത്തിലേക്ക് നാം പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ച് ജാതികളായിരുന്ന നമ്മളെ സംബന്ധിച്ച് ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ മറ്റ് വേദഭാഗങ്ങളിലൂടെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഒന്ന്, കരുണ ലഭിച്ചു. ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ, ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഇന്നെന്ന് പറയുന്ന ദിവസം ജാതികളായ ആളുകൾക്ക് ദൈവത്തിൻ്റെ കരുണയുടെ ആഴങ്ങൾ ദൈവം മനസ്സിലാക്കി കൊടുക്കുന്ന സമയങ്ങളാണ്. എനിക്കും നിങ്ങൾക്കും ആ കരുണയുടെ ആഴത്തെ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ കരുണയാണ്. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് പ്രാപിക്കാൻ ഒക്കുകയില്ലായിരുന്നു. എന്നാൽ നമുക്കത് ലഭിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. ആ ലഭ്യത, ആ കരുണയുടെ ലഭ്യത എന്ന് പറയുന്നത് അതേറ്റവും അനുഗ്രഹവും ഒരു മനുഷ്യനെ സംബന്ധിച്ച് നന്മയ്ക്ക് തെളിവായി വരുന്നതും ആണ്. ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ ഇന്നലകളിൽ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ കരുണ ലഭിക്കാതിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കാനിടയായത് മറ്റു ഒരു കൂട്ടർ ദൈവത്തെ അനുസരിക്കാതിരുന്നു. ആ അനുസരണക്കേട് അഥവാ ഇസ്രായേൽ മക്കളുടെ ദൈവത്തെയും വാഗ്ദത്ത മെശിഹായെയും അനുസരിക്കണമെന്നുള്ള ആ അനുസരണത്തിൻ്റെ തോത്, ആ അറിവ് അവർ അനുസരിക്കാതിരുന്നപ്പോൾ ജാതികളായിരുന്ന എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ ആ കരുണ അവർക്ക് ലഭിക്കേണ്ടത് നമുക്ക് ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിലൂടെ ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് ലഭ്യമായത്. ദൈവത്തിൻ്റെ നീതി നമുക്ക് വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ നീതീകരണം പ്രഖ്യാപിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ നിരപ്പ് നമുക്ക് ലഭിച്ചു. നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രഖ്യാപനം, നിങ്ങൾക്കിപ്പോൾ ക്രിസ്തുവേശുവിൽ നിങ്ങളായിത്തീരുന്നതുകൊണ്ട്
ഒരു ശിക്ഷാവിധിയും ഇല്ല. എത്ര അനുഗ്രഹീതരാണ് ഞാനും നിങ്ങളും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം നീതിമാന്മാരായി പ്രഖ്യാപിച്ചു. കാരണം നമുക്കുള്ള നീതി ക്രിസ്തുവിൽ നിന്നുള്ള നീതിയാണ് നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ ആരൊക്കെ ഈ നിലയിൽ ഈ കരുണയിലേക്ക് വരുമോ അവർക്കെല്ലാം ലഭിക്കുന്നത് ക്രിസ്തുവിലൂടെയുള്ള നീതി, ദൈവത്തിന്റെ നീതിയാണ്. മാത്രമല്ല, നീതീകരണം പ്രഖ്യാപിക്കപ്പെട്ടു. റോമാലേഖനം 5:9 തന്നെ നമ്മൾ വായിക്കുന്നു, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ. അപ്പൊ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എല്ലാ അനുഗ്രഹവും. അതുകൊണ്ടാണ് പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു എന്ന് നാം പറയുന്നത്. ഈ രാവിലെയും വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ നീതിയുടെ, ദൈവത്തിന്റെ കരുണയുടെ, നീതീകരണത്തിന്റെ പ്രഖ്യാപനം, ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നുള്ളത് നമുക്കോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ, ഇപ്പോൾ ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രമെന്ന് പറയാം. അവിടുത്തെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.